മണത്തണ സേവാഭാരതി നടത്തുന്ന അന്നദാനോടനുബന്ധിച്ചുള്ള ഷെഡാണിത്. സേവാഭാരതി അന്നദാനം മെയ് 30 മുതൽ ജൂൺ 20 വരെ മണത്തണയിൽ. കൊട്ടിയൂർ വൈശാഖോത്സവവുമായി ബന്ധപ്പെട്ട് അന്നദാനം നടത്തുന്ന ഷെഡിൻ്റെ പണിത്തിരക്ക്. സേവാഭാരതി വിവിധ ഉത്സവകാലങ്ങളിലും തീർത്ഥാടന വേളകളിലും നടത്തുന്ന സൗജന്യ ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. മറ്റ് 3 ഇടങ്ങളിൽ കൂടി സൗജന്യ ഭക്ഷണ വിതരണം നടത്തുന്നുണ്ട്. കൊട്ടിയൂർ, കണ്ണവം, തൊക്കിലങ്ങാടി. ഡെപ്യൂട്ടി കളക്ടറായിട്ട് പെൻഷനായ രാമേട്ടനാണ് ഈ സേവാഭാരതി മണത്തണ വീടിൻ്റെ സെക്രട്ടറി, അന്നദാനത്തിൻ്റെ സെക്രട്ടറി. അപ്പോൾ രാമേട്ട, എങ്ങനെയല്ലാന്ന് കാര്യങ്ങൾ? 30 മുതൽ അന്നദാനം തുടങ്ങും അല്ലേ? ശനിയാഴ്ച മുതൽ അന്നദാനത്തിൻ്റെ പരിപാടി. കൊട്ടിയൂർ പോകുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഫ്രീ ആയിട്ട് ഉച്ചഭക്ഷണം ഫ്രീ ആയിട്ട് അത് ജൂൺ 22 വരെ. ജൂൺ 22 വരെ കൊടുക്കും അല്ലേ? കഴിഞ്ഞ 2 കൊല്ലമായി നമ്മൾ ഈ അവസരത്തിൽ ഭക്തജനങ്ങൾക്ക് വിജയകരമായി നടത്തിക്കൊണ്ട് കൊടുക്കുകയും അത് പൂർണ്ണതോതിൽ വിജയപ്രദമാക്കാൻ സാധിക്കുകയും ചെയ്ത നാട്ടുകാരുടെ പൂർണ്ണമായ സഹകരണം കാര്യങ്ങൾ നമുക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. എല്ലാം പെരുമാള അനുഗ്രഹം കൊണ്ട് ഇതുവരെ നന്നായി വരട്ടെ അല്ലേ? ഒരു സംഭവങ്ങളോ അല്ലെങ്കിൽ ഒരു മറ്റുള്ള രീതിയിലുള്ള സമിതികളോ ഉണ്ടാവാതെ നമ്മൾ ഉദ്ദേശിച്ചാലും കൂടുതൽ ഭംഗിയായിട്ട് നമുക്ക് കൂടുതൽ ആളുകളെ ഇതിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇതിൽ ഭാഗമാക്കാൻ കഴിയുന്നത് എന്നുള്ളത് മണത്തണ നാടിന് തന്നെ ഒരു അഭിമാന പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഷെഡിൻ്റെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണല്ലേ? ഷെഡ് പണി പൂർത്തിയായിക്കൊണ്ടിരിക്കാൻ പണികൾ കഴിഞ്ഞ വർഷം നമസ്കാരം. കഴിഞ്ഞ വർഷം അതിന് മുന്നിലത്തെ വർഷമാണ് തുടങ്ങിയത്. ഏകദേശം ഒരു 50,000-ഓളം ആൾക്കാർ നമ്മുടെ ഈ സദ്യോദ്യമത്തിൽ പങ്കാളികളായിട്ടുണ്ട്. ഈ വർഷം അത് നമ്മൾ ഏകദേശം 1,00,000 ആൾക്കാരെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിനനുസരിച്ചുള്ള ടെന്റുകളും സംവിധാനങ്ങളും എല്ലാം നമുക്ക് ഒരുങ്ങിയിട്ടുണ്ട്. പിന്നെ നാട്ടുകാരുടെ നിർലോഭമായ സഹകരണവും സംഘപ്രസ്ഥാനങ്ങളുടെ അകമഴിഞ്ഞ ശക്തിയും കൊണ്ട് നമുക്ക് ഈ പ്രവർത്തനങ്ങൾ വളരെ നല്ലവരായ നാട്ടുകാരുടെയും പ്രവർത്തനം കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, അപ്പോൾ ഇത് ടോയ്ലറ്റ് സൗകര്യങ്ങൾ പുതുതായി പണിയുന്നതായിരിക്കും. അപ്പോൾ ഹരിയേട്ട, പാർക്കിംഗ് സൗകര്യം എങ്ങനെ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ഉള്ള പാർക്കിംഗ് സൗകര്യം വളരെ വിശാലമായ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുളങ്ങരയത്ത് ഭഗവതി ക്ഷേത്രത്തിന്റെ ആ മുറ്റവും ഞങ്ങൾ പാർക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ടോയ്ലറ്റ് സംവിധാനങ്ങൾ, മറ്റേ എല്ലാവിധ സൗകര്യങ്ങളും വളരെ ഭക്തജനങ്ങൾ വളരെ ഉത്സാഹപൂർവ്വം വരുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം മുൻ 2 വർഷങ്ങളിൽ വളരെ ഗംഭീരമായി ഞങ്ങൾ ഈ പരിപാടി സ്വാദിഷ്ടമായ ഭക്ഷണം, സ്വാദിഷ്ടമായെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അതിസ്വാദിഷ്ടമായ എല്ലാ ദിവസവും പായസം, പ്രഥമൻ ഇതൊക്കെ വെച്ചിട്ടുള്ള, പിന്നെ ഒരു ദിവസം പായസമാണെങ്കിൽ ഒരു ദിവസം പ്രഥമനായിരിക്കും. അത്തരത്തിൽ ഇപ്രാവശ്യവും കൂടുതൽ ജനങ്ങൾക്ക് കൊടുക്കുക, അന്നദാനം കൊടുക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്കാണ് ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമസ്കാരം. ഓക്കെ, എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. സംരംഭത്തിന്റെ സജീവ പ്രവർത്തകൻ എന്ന നിലയിൽ വിശ്വട്ട് എന്താ പറയാനുള്ള? പാർക്കിംഗ് സൗകര്യങ്ങൾ, ബാക്കിയുള്ള സൗകര്യങ്ങളെല്ലാം ഗ്രൗണ്ട് ഉണ്ട്, പാർക്കിംഗ് ഗ്രൗണ്ട്. ഇത് മുമ്പ് തന്നെ കാണുന്ന ഒരു വിശാലമായ ഗ്രൗണ്ട് അല്ലേ? അപ്പുറമുണ്ട് ഗ്രൗണ്ട്. അപ്പുറമുണ്ട്. അതിന്റെ മേലെയുണ്ട്, കുളത്തിന്റെ സൈഡിലുണ്ട്, അമ്പലത്തിന്റെ സൈഡിലുണ്ട്. അതുപോലെ തന്നെ ടൗണിൽ വരുന്നതിന് മുമ്പിൽ 2 ബാത്റൂം, ബസ് സ്റ്റോപ്പിന്റെ സൗകര്യമുണ്ട്. പിന്നെ ഇവിടെ ഉണ്ട് 2 ബാത്റൂം, മേലെ അപ്പുറം ഉണ്ട് 2 ബാത്റൂം, 6 ബാത്റൂം ഉണ്ട്. ഭക്തജനങ്ങൾക്ക് പരമാവധി രൂപത്തിലുള്ള ഇല്ലാത്ത തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി അതിസ്വാദിഷ്ടമായ ഭക്ഷണം കൊടുക്കുക എന്നാണ് ലക്ഷ്യം. അതിന് സംശയമൊന്നുമില്ല. ഇതിനു മുമ്പേ 2 പ്രാവശ്യം വന്നവർക്ക് അറിയാം അല്ലേ? അപ്പൊ ഈ വർഷം ഏകദേശം ഒരു 1,00,000-ൽ പരം ആൾക്കാരെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു. അപ്പൊ നാളെ രാവിലെ 10 മണിക്കാണ് ഉദ്ഘാടനം. അത് ശരി. ഉദ്ഘാടകൻ സുരേഷ് ബാബു സാർ. മറ്റന്നാൾ 30-ാം തീയതി എന്ന ഉദ്ഘാടനം രാവിലെ 10 ഭണ്ണാരം എഴുത്ത് കഴിഞ്ഞതിന്റെ പിറ്റേന്ന്. ഓക്കെ, ജൂൺ 20 വരെ സൗജന്യ ഭക്ഷണം ഭക്തജനങ്ങൾ. അന്നദാനം കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഭക്തജനങ്ങൾക്കുള്ള പുതിയ കുളമാണ്. ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ച വറ്റിച്ച് വൃത്തിയാക്കിയ പുതിയ കുളത്തിൽ വെള്ളം ഏകദേശം ആയിപ്പോയി കേട്ടോ. നല്ലോണം വെള്ളം വന്നല്ലോ. മെയ് 30 മുതൽ ജൂൺ 22 വരെയാണ് ഇവിടെ കൊട്ടിയൂർ തീർത്ഥാടകർക്കായി സൗജന്യമായി ഉച്ചഭക്ഷണം നൽകി വരുന്നത്. പാർക്കിങ്ങിനും വാഷ്റൂമിനും വളരെ വിപുലമായ സൗകര്യങ്ങൾ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 1000-ൽ പരം ആൾക്കാർക്ക് ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കി വച്ചിരിക്കുന്നു. ഇത് 3-ാമത്തെ വർഷമാണ്
ഈ ഒരു സംരംഭം മണത്തണയിൽ തുടങ്ങിയിരിക്കുന്നത്. മണത്തണ നിവാസികളായ മുഴുവൻ സജ്ജനങ്ങളും ഈ ഒരു സത്കർമ്മത്തിന് ജാതി മത ഭേദമന്യേ കൈകോർക്കുന്നു എന്നതാണ് മണത്തണയുടെ അഭിമാനം. ഹൈന്ദവ വിശ്വാസപ്രകാരം ദാനങ്ങളിൽ വെച്ച് ഏറ്റവും വിശിഷ്ടം അന്നദാനമാണ്. ശിവപുരാണത്തിൽ സാധുക്കൾക്ക് അന്നദാനം നൽകുന്നത് ഇതിലും മഹത്തരമായി മറ്റൊന്നില്ലെന്നും പറയുന്നു. മനസ്സും വയറും ഒരേപോലെ നിറയുന്ന ഒന്നാണ് അന്നദാനം. വയറ് നിറഞ്ഞാൽ മതി എന്ന് പറയുന്ന ഒരു ദാനം കൂടിയാണ് അന്നദാനം. സേവാഭാരതി പൂർണ്ണമായും സന്നദ്ധ പ്രവർത്തകരുടെ സേവനത്തോടെയാണ് അന്നദാനം നടത്തുന്നത്. അന്നദാനം സ്വീകരിക്കുമ്പോഴും നൽകുമ്പോഴും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും വേണം എന്നാണ് ശ്രുതികളിൽ പറയുന്നത്. ഇത് തികച്ചും ശരിവെക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് മണത്തണയിലെ സ്നേഹസമ്പരായ എൻ്റെ സ്വന്തം ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളും നാട്ടുകാരുടെയും സഹായ സഹകരണത്തോടുകൂടി ഇവിടെ നടത്തി വരുന്നത്. ഇത് നമ്മളെ മച്ചുവിനാണ് രാജുവേട്ടൻ. ഈ ഒരു സൽപ്രവൃത്തിയുടെ ഭാഗമാണ് രാജുവേട്ടനും. റിട്ടയർഡ് ബാങ്ക് എംപ്ലോയി ആയതിനാൽ അന്നദാനത്തിന് സൗജന്യമായി ആരെങ്കിലും സംഭാവന നൽകുന്നുണ്ടെങ്കിൽ അവരുടെ വിവരങ്ങളെല്ലാം ശേഖരിക്കുന്ന ഇദ്ദേഹമാണ്. ഇത് നമ്മുടെ ബിജു ആണ്, ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. ലീവ് എടുത്തിട്ടാണ് ഈ ഒരു സന്നദ്ധ പ്രവർത്തനത്തിന് പുള്ളി എത്തിയിരിക്കുന്നത്. ഇവരെല്ലാം അന്യനാട്ടുകാരാണ്, ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നവരാണ്. കൂടുതലായും എൻ്റെ ബന്ധുമിത്രാദികൾ തന്നെയാണ് ഇവിടെ ഈ സന്നദ്ധ പ്രവർത്തനത്തിന് ഭാഗമാകുന്നത്. കാരണം ഇത് മണത്തണയുള്ള ഒരു സംരംഭമാണല്ലോ. ഇതെൻ്റെ സ്വന്തം അളിയനാണ് ശംഭുവേട്ടൻ പാചക വിദഗ്ധനാണ് കേട്ടോ. അളിയൻ മാത്രമല്ല, അനിയനും ചേട്ടനും ബന്ധുമിത്രാദികൾ എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. മണത്തണയിലുള്ള ഒട്ടുമിക്ക ആൾക്കാർ ഇവിടെ തന്നെയാണെന്നുള്ളത്. ദാനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠം അന്നദാനമാണ്. ഭക്തർക്ക്, തീർത്ഥാടകർക്ക്, വിശക്കുന്നവർക്ക് സൗജന്യമായി ഭക്ഷണം നൽകുന്നതാണ് അന്നദാനം. അന്നം എന്നാൽ ഭക്ഷണമെന്നും ദാനം എന്നാൽ കൊടുക്കലെന്നും ആകുന്നു. ഭൂമിയിലെ മറ്റ് ദാനങ്ങൾക്കൊന്നും അന്നദാനത്തിൻ്റെ അത്രയും മേന്മയില്ല. അത്രക്ക് മാത്രമാണ് അന്നദാനം. ഭൂമി, വസ്ത്രം, സ്വർണം എന്തു കൊടുത്താലും വാങ്ങുന്നയാൾ വാങ്ങിക്കൊണ്ടേയിരിക്കും. പക്ഷേ അന്നത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ മതി എന്ന് പറയും. വയറും മനസ്സും ഒരേപോലെ നിറക്കുന്ന ഒരേ ഒരു ദാനമാണ് അന്നദാനം. സർവ്വദോഷ പരിഹാരത്തിനായി അന്നദാനം നടത്താവുന്നതാണ്. അന്നദാനത്തിൻ്റെ ദേവത അന്നപൂർണേശ്വരിയാണ്. അന്നദാതാവിന് ദാരിദ്ര്യം മാറ്റി സമ്പത്തും സമൃദ്ധിയും നൽകും എന്നാണ് വിശ്വാസം. വസ്ത്രമോ പണമോ എത്ര കൊടുത്താലും മനുഷ്യർ തൃപ്തരാകാറില്ല. എന്നാൽ ഭക്ഷണം നൽകി വയറ് നിറയുമ്പോൾ അവൻ പൂർണ്ണമായും സംതൃപ്തരാകുന്നു. ഈ ഒരു സൽക്കർമ്മത്തിന് ചുക്കാൻ പിടിക്കുന്ന മണത്തണയുടെ നമ്മുടെ സ്വന്തം സഹോദരങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. തുടർന്നും എല്ലാ വർഷവും ഇതേപോലുള്ള അന്നദാനങ്ങൾക്ക് പ്രോത്സാഹനം നൽകട്ടെ എന്ന് എല്ലാവരോടുമായി പ്രാർത്ഥിക്കുന്നു. പായസമടക്കമുള്ള വിഭവ സമൃദ്ധമായ സദ്യ തന്നെയാണ് ഇവിടെ ഒരുക്കി വച്ചിരിക്കുന്നത്. ഭക്ഷണം വിളമ്പുന്ന സ്ത്രീജനങ്ങൾ എല്ലാവരും വളരെ ഹൈജീനിക്കായി തലയിൽ തൊപ്പിയും മാസ്ക് എല്ലാം ധരിച്ചുകൊണ്ട് തന്നെയാണ് ഭക്ഷണം വിളമ്പി ഭക്തജനങ്ങൾക്കായി നൽകുന്നത്. കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിക്കൊണ്ട് ശ്രീമതി സോജ അജി, പഞ്ചായത്ത് മെമ്പറായ ശ്രീമതി സോജ അജിയുടെ സാന്നിധ്യവും ഇവിടെ കാണാനിടയായി. മാത്രവുമല്ല അവരുടെ ഭർത്താവായ അജിത് കുമാറിൻ്റെ സാന്നിധ്യവും ഇവിടെ മുഴുവൻ സമയങ്ങളിലുണ്ട്.
വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക.